ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറച്ച് ഹാൻഡ് പിക് സാരീസുമായിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഈസ്റ്ററിന്റെ കുറച്ച് ഹാൻഡ് പിക് കളക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സാരീസിന് എല്ലാത്തിനും നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. അത് പ്രകാരം നമ്മൾ കൂടുതൽ ഹാൻഡ് പിക് സാരീസ് നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വിഷു, റംസാൻ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കുറെ സാരീസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ സാരീസ് ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സാരിയാണ്. ഇതൊരു ചന്തേരി സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇതൊരു ഓഫ് വൈറ്റ് ബേജ് ഷെയ്ഡ് കളറിൽ ഗോൾഡൻ കളർ ബോർഡറും അതുപോലെ ഫുൾ ഡിജിറ്റൽ പ്രിന്റും വരുന്ന പോലത്തെ ഒരു സാരിയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ വരുന്ന പോലത്തെ പുതിയ ട്രെൻഡ് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനിന്റെ ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഇതിന്റെ ബോർഡർ ആയിട്ട് നല്ല വലിയ ബോർഡർ ആയിട്ട് തന്നെ ഒരു ടെമ്പിൾ വർക്ക് വെച്ച് വന്നിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ കളറിലല്ല, ഭയങ്കര നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിം ആയിട്ടുള്ളൊരു ഗോൾഡൻ കളർ ബോർഡറാണ്. മറ്റേ യെല്ലോയിഷ് ഗോൾഡ് ഒക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കൊക്കെ നന്നായിട്ട് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു ബോർഡറൊക്കെയാണിത്. അതുപോലെ നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ്. ഇതിന്റെ ഫുൾ ബോഡി ഇതിന്റെ ഫുൾ ബോഡിയിൽ കൂടെ ഇങ്ങനത്തെ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ മുന്താണി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു വലിയ ഫ്ലോറൽ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം കാണിച്ച ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഒരു വലിയ ഫ്ലവർ ഡിസൈൻ ഇതിന്റെ മുന്താണി പോർഷനിലേക്ക് വരുമ്പോഴത്തേനും വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഇതിന്റെ മുന്താണി പോർഷൻ വരുന്നത്. അതുപോലെ ഇതിന്റെ മുന്താണിന്റെ എൻഡ് പോർഷനിൽ ഒരു ഗോൾഡൻ ഡീറ്റെയിലിങ്ങും ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ ഒരു ഗോൾഡൻ ഡീറ്റെയിലിങ്ങും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും. കാരണം ഞാനിത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ അത് ഉടഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മൾ ഇതിന്റെ 4 ലെയറോ 5 ലെയറോ ക്ലോസ് ചെയ്ത് പിടിച്ചിരിക്കുന്ന പോലെ ഞാൻ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതുണ്ട്, ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് ഫുൾ ബോഡിയിലും നമ്മൾ ഉടുത്ത് വരുമ്പോൾ ആ ബോർഡറിൽ കൂടെയും അതുപോലെ താഴെ കൂടെ ഒക്കെ വരുന്ന പോലെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കൂടെ ഒരു വിത്ത് ബ്ലൗസും വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇതാണ് ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന വിത്ത് ബ്ലൗസ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ ആ മുന്താണി പോർഷൻ കണ്ട പോലെ തന്നെ ഉള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇതിന്റെ വിത്ത് ബ്ലൗസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സ്ട്രൈപ്സ് ആയിട്ടുള്ള നമുക്ക് ഇപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ കളക്ഷനിലാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഏതൊരു ഒക്കേഷൻ പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ, പ്രത്യേകിച്ച് ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കേഷൻസിനൊക്കെ നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ്. ഈവൻ ചർച്ച് വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ലൈറ്റ് കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ലുക്കുള്ള ഒരു സാരി അതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ ഇത് ഏത് ഏജ് ഗ്രൂപ്പിനും പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഡിസൈൻ. അതായത് നമുക്ക് ഫ്ലോറൽ പ്രിന്റ് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ വെച്ചിട്ട് യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഒത്തിരി ആൾക്കാരും പ്രിഫർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു വർക്കിന്റെ ഒക്കെ ഈ ഒരു സാരിക്കകത്താണെങ്കിൽ ഈ ഒരു പർപ്പിൾ കളറിലെ സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു സാരി പെയർ ചെയ്യുവാണെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അല്ല ഈ വിത്ത് ബ്ലൗസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ബേജ് കളർ ബ്ലൗസ് ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യുവാണെങ്കിൽ ഏത് പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും നമുക്ക് ഈ ഒരു സാരി സ്യൂട്ടബിൾ ആയിരിക്കും. അങ്ങനെ ഏത് ഏജ് ഗ്രൂപ്പിനും പറ്റുന്ന പോലത്തെ നല്ലൊരു വർക്കാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഫ്ലോറൽ ഡിസൈൻ ഇത്രയൊരു ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ വരുമ്പോഴത്തേനും ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതൊരു ഫംഗ്ഷനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു ഡിസൈനാണ്. ഈ ഒരു പാറ്റേണിൽ തന്നെ ഡിഫറെന്റ് ഡിസൈൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സാരീസ്. ഇത് ഇതിന്റെ നെക്സ്റ്റ് ഒരു ഡിസൈനാണ് വരുന്നത്. ഇതും നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാ പാറ്റേൺസ്, അതായത് നമ്മൾ മുമ്പേ കാണിച്ച സാരി പോലെ വളരെ സിമിലർ ആണ്. അതായത് ഇതിന്റെ ബോർഡറും ഒക്കെ ഇതിന്റെ സിമിലർ ആണ്. പക്ഷെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫ്ലോറൽ പാറ്റേണിൽ ഇത് വേറൊരു പാറ്റേൺ ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫ്ലവേഴ്സ്, ഒരു പിങ്ക് കോമ്പിനേഷനിലുള്ള ഫ്ലവർ ഡിസൈൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഒരു ഫ്ലവറിന്റെ വലിയൊരു ഡിസൈൻ ഇതിന്റെ മുന്താണി പോർഷനിലാണെങ്കിലും വന്നിരിക്കുന്നത്. ആ ഒരു ഫ്ലവറിന്റെ വലിയൊരു സൈസിലുള്ളതാണ്. നേരത്തെ കാണിച്ച സാരിയിലെ പോലെ തന്നെ മുന്താണിയുടെ എൻഡ് പോർഷൻ നമ്മൾ ആ ഗോൾഡൻ കളറിലെ സ്ട്രൈപ്സ് ഉണ്ട്. അതുപോലെ ഈ സാരിയുടെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബോർഡർ തന്നെയാണ്. ഇത് കണ്ടോ, നല്ലൊരു ലൈറ്റ് കളറിലെ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന പോലത്തെ ഈ ഒരു ടെമ്പിൾ വർക്കുള്ള ബോർഡർ നല്ലൊരു എലഗൻ ലുക്ക് തന്നെ ഈ ഒരു സാരിക്ക് കൊടുക്കും. അതുപോലെ ഈ ട്രഡീഷണൽ സാരീസ്, അതായത് നമ്മുടെ സെറ്റ് സാരിയൊക്കെ അങ്ങനെ തന്നെ ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ അതിനൊരു ഇച്ചിരി ഒരു മോഡേൺ വേർഷൻ ആയിട്ടൊക്കെ ആണെങ്കിലും ഈ സാരി, അതായത് അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടൊക്കെ ആണെങ്കിലും, പ്രത്യേകിച്ച് നമുക്ക് വിഷുവിനൊക്കെ ആണെങ്കിൽ എല്ലാവരും സെറ്റ് സാരി പെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ഡിഫറെന്റ് ആവാനായിട്ട് പറ്റിയൊരു കളക്ഷനാണ് ഈ ഒരു സാരി. നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരി ഉടുത്ത് വരുമ്പോഴത്തേനും. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഒരു ടെമ്പിൾ വർക്ക് ഒക്കെ വരുമ്പോൾ അതിനൊരു ട്രഡീഷണൽ ലുക്കും വരും. അതുപോലെ ഇതിനകത്ത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുമ്പോഴത്തേനും അതിനൊരു മോഡേൺ ലുക്കും കൂടെ വരും. അങ്ങനെ നമുക്ക് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു സാരി. ഞാൻ ഈ സാരിയുടെ റേറ്റ് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഈ സാരിയുടെ റേറ്റ് 1790 ആണ്. 1790 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചന്തേരി മെറ്റീരിയൽ ഉള്ള സാരിയാണ്. നല്ല, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക്
നല്ലൊരു ഫംഗ്ഷൻ ഇതുകൊണ്ട് ഒട്ടും ട്രാൻസ്പാരന്റ് ഒന്നും അല്ല, നല്ല ഭംഗിയിൽ, അതായത് ലൈറ്റ് വെയിറ്റ് ആണ് താനും. നല്ല ഭംഗിയിൽ നമുക്ക് ഏതൊരു ഫംഗ്ഷൻ, ഇപ്പം നമുക്കൊരു കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും പെയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാരിയാണ്. ഇതിന്റെ തന്നെ നെക്സ്റ്റ് ഒരു കളറാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് നെക്സ്റ്റ് ഒരു ഫ്ലോറൽ പ്രിന്റാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു കുറച്ചേറെ കളേഴ്സ് വരുന്ന പോലത്തെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ്. അതായത് ആ പാറ്റേൺ ഇത് കണ്ടോ, ഇങ്ങനത്തെ കുറേ കളേഴ്സ് ഉള്ള പോലത്തെ ഒരു റോസപ്പൂവിന്റെ പോലത്തെ ഒരു പാറ്റേൺ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു സാരി. ഇതിനകത്ത് ഇച്ചിരി മൾട്ടി കളേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏത് ബ്ലൗസ് വെച്ച് വേണമെങ്കിലും ഈ സാരി പെയർ ചെയ്യാൻ പറ്റും. ഇത് കേട്ടോ, ഈ സാരി ഇങ്ങനെ ഇതിന്റെ ഫുൾ ബോഡിയിലും ഇങ്ങനെ തന്നെ ഡിസൈൻ വരും. നമ്മൾ മുമ്പേ കണ്ട 2 സാരിയിലും മുന്താണി പോർഷനിൽ വരുമ്പോൾ ഇച്ചിരി വലിയൊരു ഫ്ലവർ പാറ്റേൺ ഉണ്ടായിരുന്നു. ഈ സാരിയിൽ അങ്ങനെയില്ല, ഫുൾ ബോഡിയിലും ഈ ഒരു സൈസിൽ തന്നെ ഡിസൈൻ ഉണ്ട്. ഫുൾ ഇതുപോലെ തന്നെ ഡിസൈൻ വരുന്നത്. ഇതിന്റെ ഓൾ ബോഡിയിൽ ഇങ്ങനെ ഇതുണ്ടോ, ഫുൾ ബോഡിയിൽ ഇങ്ങനെ ഇടയ്ക്ക് കൂടെ എല്ലാമായിട്ട് നിറച്ചും ഡിസൈൻ ഉണ്ട്. നമുക്ക് ഈ ഫ്ലോറൽ പ്രിന്റ് സാരീസ് നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള സാരീസ് തന്നെ. ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത്, ഈ പറഞ്ഞ പോലെ അതുപോലെ നല്ല ട്രെൻഡാണ് ഇതുപോലത്തെ സാരി. അതുപോലെ ഇതിനകത്തൊരു എനിക്കൊക്കെ ആണെങ്കിൽ ഈ സെയിം കളർ ബ്ലൗസ് പെയർ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലത്തെ ഗ്രീൻ കളറിലെ ബ്ലൗസ് ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഉടുത്ത് വരുമ്പോഴത്തേനും കാണാനായിട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ബ്ലൗസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഫ്ലോറൽ സാരി പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലത്തെ ഒരു വർക്കായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി കളേഴ്സ് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏത് കളർ വെച്ച് വേണമെങ്കിലും പെയർ ചെയ്യാം. ഇനിയിപ്പോൾ ബ്ലൗസ് ഒക്കെ തയ്ച്ച് കിട്ടാനായിട്ട് താമസം വരുവാണെങ്കിൽ നമുക്ക് ഈ സാരി നമുക്കിപ്പം പെട്ടെന്ന് ഇപ്പം നാളെ ഒരു ഫംഗ്ഷൻ അല്ല അടുത്തൊരു ദിവസം ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിക്കാനാണെങ്കിൽ പോലും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ. ഈ പറഞ്ഞ ഇതിന്റെ വിത്ത് ബ്ലൗസ് തന്നെ നമുക്ക് തയ്ച്ച് ഉപയോഗിക്കണമെന്നില്ല. അതുപോലെ ഞാൻ ഈ സാരിയുടെ ഇത് കണ്ടു, മുന്താണി പോർഷനിൽ ഇങ്ങനെ 2 സൈഡിലും ഇതുപോലത്തെ ഒരു ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഇതിനൊരു എലഗൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി, കുറച്ചുകൂടി ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ കാണിക്കാൻ വേണ്ടി ഇതിന്റെ 2 വശത്തും ഇതുപോലത്തെ എല്ലാ സാരീസിനും ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു ടാസലൊക്കെ ഇതിന് എൻഡിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഫ്ലോറൽ പാറ്റേൺ അല്ല, പകരം ഇനിയിപ്പോ ഫ്ലോറൽ വർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടി, ഒത്തിരി ഫ്ലവേഴ്സോ അങ്ങനത്തെ പാറ്റേൺസ് ഒന്നും താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ലുക്ക് കൊടുക്കുന്ന പോലെ ഈ ഒരു സാരിയിൽ ഇതിന്റെ ഫുൾ ബോർഡറിൽ കൂടെ ഈ ഒരു ത്രെഡ് വർക്ക് വന്നിരിക്കുക. നമ്മൾ മുമ്പേ കാണിച്ചിരുന്നതിനേക്കാളും ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇത്. നമ്മൾ മുമ്പേ കാണിച്ച ബോർഡറും അല്ല, കുറച്ചും കൂടി ഒരു ബേസ് ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ബോർഡറിൽ ഇത് കണ്ടോ, ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ബോർഡറാണ് വരുന്നത്. അതായത് ഇതിനൊരു മെറൂൺ ത്രെഡും ഒരു ഗോൾഡൻ ത്രെഡും കൂടെ വരുന്ന പോലെ ഇതിന്റെ ഫുൾ ബോർഡറിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് വരുന്ന പോലെ ഇതിന്റെ ഫുൾ ബോർഡർ. അതുപോലെ ഇതിന്റെ ഫുൾ ബോഡിയിൽ ഇതുപോലെ ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്നത് പോലെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ സ്ട്രൈപ്സ് വരുന്നത്. ഇത് വെർട്ടിക്കൽ ആയിട്ടുള്ള താഴോട്ടുള്ള സ്ട്രൈപ്സ് ആയതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഹൈറ്റ് തോന്നുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇച്ചിരി വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ വെർട്ടിക്കൽ സ്ട്രൈപ്സ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ചുകൂടെ നമ്മളൊന്ന് മെലിഞ്ഞ് തോന്നുന്ന പോലെ തോന്നുന്നത് നമുക്ക് വെർട്ടിക്കൽ സ്ട്രൈപ്സ്. അതുപോലെ നമുക്ക് പെയർ ചെയ്യുമ്പോഴാണ് ഇതിന് നമുക്ക് വിത്ത് ബ്ലൗസ് ഉണ്ട്. നമ്മൾ മുമ്പേ കാണിച്ച പോലെ തന്നെ ഒരു വിത്ത് ബ്ലൗസ് ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പാറ്റേൺ നമുക്ക് വിത്ത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് ഈ ഒരു ബോർഡർ മാത്രം വരുന്ന പോലെ ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് വിത്ത് ബ്ലൗസ് വരുന്നത്. വിത്ത് ബ്ലൗസിന്റെ കൂടെ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെറൂൺ ബ്ലൗസ്, അതായത് ഈ ഒരു ത്രെഡിന്റെ കളറിലെ മെറൂൺ ബ്ലൗസ്, നല്ല വർക്കൊക്കെ ചെയ്ത ബ്ലൗസ്, ഈവൻ ബീഡ് വർക്ക്സോ അല്ലെങ്കിൽ മിറർ വർക്ക്സോ ഒക്കെ ചെയ്ത ഈ ഒരു മെറൂൺ ബ്ലൗസ് ഇതിലൂടെ പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ഒരു ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഫംഗ്ഷൻ വെയർ ആണ്. എനിക്കിപ്പം വിഷുവിനൊക്കെ ആണെങ്കിലും അല്ലാതെ കഴിഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഇപ്പം ഈസ്റ്ററും ഇതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒത്തിരി കല്യാണങ്ങളുടെ ഒക്കെ സമയമാണ്. അപ്പൊ അങ്ങനെ കല്യാണത്തിനൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനത്തെ സാരീസ്. നല്ലൊരു എലഗൻ ലുക്കും ആയിരിക്കും. ഇതിന്റെ കളർ ഒത്തിരി ബ്രൈറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ലുക്കും ആയിരിക്കും. മെറ്റീരിയൽ ആണെങ്കിലും ചന്ദേരി സിൽക്ക് ആയതുകൊണ്ട് നല്ലൊരു റിച്ച്നെസ് ആ ഒരു മെറ്റീരിയലിലും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽ സാരീസ് പെയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ സാരീസ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഈ സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അത് പ്രകാരം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മീൻസ് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് കേരളത്തിനുള്ളിൽ ഷിപ്പിംഗ് ചാർജ് ഒരു സാരിക്ക് 75 റുപ്പീസ് ആയിരിക്കും. കാരണം കുറച്ചും കൂടെ വെയിറ്റ് വരുന്നത്. നമ്മൾ നോർമലി ചെക്കോട്ട സാരീസ് ഒക്കെ 60 റുപ്പീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോ നമുക്ക് ചെക്കോട്ട സാരിയേക്കാൾ ഇത് മടക്കി വരുമ്പോൾ ഇച്ചിരി കൂടെ വെയിറ്റ് വരുന്നത്. നമുക്ക് വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ചെറിയ വേരിയേഷൻ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു സാരി നമ്മൾ മുമ്പേ കാണിച്ച ഫ്ലോറൽ ഡിസൈനിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്തിട്ട്
കുറച്ചും കൂടെ റിച്ച് ആക്കിയിട്ടുള്ള ഒരു സാരിയാണ്. ഈവൻ ഫ്ലോറൽ ഡിസൈനെ തന്നെ നമുക്ക് കുറച്ചും കൂടെ എലഗന്റ് ആക്കണമെങ്കിൽ ഈ ഒരു പാറ്റേൺ നല്ലതായിരിക്കും. കോമ്പിനേഷൻ നമ്മൾ കാണിച്ച ഫ്ലോറൽ പാറ്റേണിന് ഇത് കണ്ടോ, ഇതിന് ചുറ്റും നമ്മളൊരു ഗോൾഡൻ സെറി വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഗോൾഡൻ കളറിലെ സെറീസ് യൂസ് ചെയ്തിട്ട് ഇതിനൊരു ബോർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നടുക്കൂടെ ഒരു സീക്വൻസ് വർക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെ കുറച്ചും കൂടെ നമ്മൾ ഫംഗ്ഷൻ വെയർ, കുറച്ചും കൂടെ പാർട്ടി വെയർ ആക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്ന സാരി. ഇതിൻ്റെ ഫുൾ ബോഡിയിലുള്ള ഈ ഒരു ഫ്ലവർ പാറ്റേണിന് ഇതുപോലത്തെ ഈ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം സിമിലർ, നമ്മൾ നേരത്തെ കാണിച്ച സാരിക്ക് സെയിം ആണ്. അതായത് നമ്മൾ ബോർഡർ എല്ലാം നമ്മൾ മുമ്പേ കാണിച്ച പോലത്തെ ടെമ്പിൾ വർക്ക് ബോർഡേഴ്സും ഒക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഫ്ലവർ പാറ്റേൺ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു സീക്വൻസ് വർക്ക് വെച്ചിട്ടും ത്രെഡ് വർക്ക് വെച്ചിട്ടും ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാരീസിന്റെ റേറ്റിന് കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ സാരീസിന്റെ റേറ്റ് 2250 rupees ആണ് വരുന്നത്. ഇതിന്റെ ഫുൾ ബോർഡറിൽ കൂടെ, അതായത് നമ്മൾ ഫുൾ സാരി ഫുൾ ബോർഡറിൽ കൂടെയും കൊടുത്തിരിക്കുന്ന ഈ ഡിസൈൻസിന് ഇതുപോലത്തെ വർക്ക്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസൈനിന് ഈ ഒരു റേറ്റ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഈ ഭാഗത്ത് അങ്ങനെ ഡിസൈൻ ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുത്തുമ്പോൾ ഉള്ളിൽ വരുന്ന ഭാഗമാണ്. അങ്ങനെ വരുന്ന ഭാഗത്ത് ഈ ഒരു ഡിസൈൻ ഇല്ല. പക്ഷെ ഇതുകൊണ്ട് ബോർഡറിൽ കൂടെ വന്നിരിക്കുന്ന ഡിസൈൻസിനെല്ലാം ഇങ്ങനത്തെ ആ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഫുൾ ബോർഡറിൽ കൂടെ ഉള്ള ഡിസൈൻസിനും അതുപോലെ മുന്താണി പോർഷനിൽ വരുമ്പോൾ ഫുൾ ഡിസൈൻസിന്, മുന്താണിയുടെ ആ ചെസ്റ്റ് പോർഷനിലോട്ടൊക്കെ വരുമ്പോൾ ഉള്ള ഫുൾ ഡിസൈൻസിനും ഇങ്ങനത്തെ ബോർഡേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഫുള്ളായിട്ടും ആ ഒരു ഡിസൈനുകൾ. ബാക്കിയെല്ലാം സെയിം. ഞാൻ ഓൾറെഡി പറഞ്ഞ ബ്ലൗസും മുന്താണിയുടെ എൻഡും അതുപോലെ മുന്താണിയുടെ എൻഡ് പോർഷനിൽ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ഗോൾഡൻ സ്ട്രൈപ്സ് കൂടാതെ ഇതുപോലത്തെ ഒരു ത്രെഡ് വർക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഒരു ത്രെഡ് വർക്ക്, ഇത് രണ്ട് ത്രെഡ് ഇങ്ങനെ 2 ലൈൻസ് ആയിട്ട്, 3 ലൈൻസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു മുന്താണിയിലും ഈ ത്രെഡ് വർക്കും ഒരു ചെറിയ സീക്വൻസ് വർക്കും എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ച ഇതിൽ ജസ്റ്റ് സ്ട്രൈപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ ഒരു ചെറിയ വീട്ട് വർക്കും ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് വ്യത്യാസം, ആ ഒരു വർക്കിന്റെയും കൂടെ കോസ്റ്റ് വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് വ്യത്യാസം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മളിതിനകത്ത് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് സാരിയെ കാണിക്കുന്നത് സെയിം നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ കുറച്ചൊരു ബീഡ് വർക്കും ഒക്കെ കൂടെ വരുന്ന പോലത്തെ ഒരു സാരിയാണ്. ഇത് കുറച്ചും കൂടെ എലഗന്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. മീൻസ് ഇതിന്റെ മുന്താണി പോർഷനൊക്കെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇത് കണ്ടോ, ഇതിന്റെ മുന്താണി പോർഷനിൽ ഇങ്ങനെ ഒരു വർക്കും കൂടെ വരുന്നുണ്ട്. നമ്മൾ മുമ്പേ കാണിച്ച ആ ഒരു ഫ്ലോറൽ വർക്ക് ആ മുന്താണി പോർഷന്റെ മുകളിൽ കൂടെ കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ല വലുപ്പത്തിൽ എന്നിട്ട് അതിന്റെ ഫുൾ ബോർഡറിൽ കൂടെ ഇതുപോലത്തെ സീക്വൻസ് വർക്കും ഇതുപോലെ ബോർഡറിൽ കൂടെ ആ ഒരു ത്രെഡ് വർക്കും വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ ബോർഡറിൽ കാണിച്ചത് ഇങ്ങനെ 3 സ്ട്രൈപ്സ് പോലെ വരുമായിരുന്നു ആ വർക്ക്. ഇതിന് പകരം ഇതിനകത്ത് നമ്മൾ ആ ഫ്ലോറൽ ഡിസൈൻ തന്നെ മുന്താണിയെ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കൂടെ ആ ഒരു ത്രെഡ് വർക്കൊക്കെ വരുന്ന പോലെ നമ്മൾ നേരത്തെ കാണിച്ച സാരി പോലെ തന്നെ ഇത് കണ്ടോ, ഫുള്ള് ആ ഒരു വർക്ക് വരുന്നുണ്ട്, ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട്. ഫ്ലോറൽ വർക്കിന്റെ പുറത്തുകൂടെ ഇങ്ങനത്തെ ഒരു ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് മുടുത്ത് കഴിയുമ്പോൾ നല്ല എലഗന്റ് ആയിട്ടുള്ളൊരു സാരി ആയിരിക്കും. നല്ല ഭംഗിയായിട്ട് എന്ത് ഫംഗ്ഷന് വേണമെങ്കിലും, നമുക്ക് ഏത് ടൈപ്പ് ഫംഗ്ഷൻസിന് വേണമെങ്കിലും, ഈവൻ പള്ളിയിലെ ഫംഗ്ഷനുകൾക്കാണെങ്കിലും, അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ട്രഡീഷണൽ സാരീസിന്, സെറ്റ് സാരിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനാണെങ്കിലും, അല്ല ഇനിയിപ്പം പെരുന്നാൾ പോലത്തെ ഫംഗ്ഷനുകൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ശരിയെന്ന ഹെവി സാരി അല്ല, കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് ഒക്കെ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഫംഗ്ഷൻസിനുകൾക്ക്, അതായത് ഇപ്പം ബാപ്റ്റിസമോ ഹൗസ് വാമിങ്ങോ ഒക്കെയുള്ള ഫംഗ്ഷനുകൾക്കാണെങ്കിലും, ഈവൻ നമുക്ക് ഗസ്റ്റ് ആയിട്ടല്ല നമ്മുടെ ഫാമിലിക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ പോലും ഒക്കെ ഇതുപോലത്തെ സാരീസ് ഉപയോഗിക്കാനായിട്ടാണെങ്കിലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇത്രയും സാരീസ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ ഈ സാരീസ് ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പൊ അത് പ്രകാരം നമ്മൾ സാരീസ് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ കാണിച്ച സാരീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.